ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടെ പോവുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി കസ്റ്റഡിയിലുണ്ടായിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. രാവിലെ കസ്റ്റഡിയിലായിരുന്ന അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. കാരണം അത്രത്തോളം നിർണായകമായ വിവരങ്ങൾ മുരാരിയിൽ നിന്ന് ലഭിക്കാനുമുണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്വർണ്ണക്കൊള്ള കേസിൽ രണ്ടാമത്തെ അറസ്റ്റാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോവുക. സ്വാഭാവികമായും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അതേ ദിവസം തന്നെ കോടതി അനുവദിച്ച് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ കാര്യത്തിലും അത്തരത്തിലൊരു നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. കൃത്യമായ രേഖകളും മൊഴികളും ഒക്കെ ശേഖരിച്ചതിന് ശേഷമായിരുന്നു മുരാരി ബാബുവിനെ പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിലും ഇയാളുടെ പങ്ക് സംബന്ധിച്ച ചില വിവരങ്ങൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. നമ്മളിപ്പോൾ SIT ഓഫീസിൽ, ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ഉള്ളത്. SIT സംഘം ഇവിടെയാണുള്ളത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ രാവിലെ 7:30 മുതൽ പ്രാഥമിക ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. അതിൽ നിന്ന് ചില കാര്യങ്ങൾ അദ്ദേഹം സമ്മതിക്കുന്ന തരത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നേരത്തെ ശേഖരിച്ചിരുന്ന തെളിവുകൾ കൂടി മുരാരി ബാബുവിന് എതിരായ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത ദിവസം തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്യലിലേക്ക് പോകും. പ്രാഥമിക ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇയാളെ ഒറ്റയ്ക്കെത്തിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ള ഈ ഓഫീസിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ളത്. ഇനി വരുന്ന മണിക്കൂറുകളിൽ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. ഇനി അറിയേണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയിൽ മറ്റുദ്യോഗസ്ഥരുടെ പങ്ക് എന്തെന്നുള്ളത് സംബന്ധിച്ചാണ്. കാരണം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിലെ 9 ഉദ്യോഗസ്ഥരെയാണ് 2 കേസുകളിലായി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 9 ഉദ്യോഗസ്ഥരിൽ ആർക്കൊക്കെ ഏത് തരത്തിൽ എങ്ങനെയാണ് ഇതിൽ പങ്കുണ്ടായിട്ടുള്ളത്, ഇതിൽ നിന്ന് ആരെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ മുരാരി ബാബുവാണ് അതിൽ കൃത്യമായ വിവരങ്ങൾ പറയേണ്ടത്. കാരണം ആദ്യമായി ഈ സ്വർണം അത് ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉത്തരവിറക്കിയിരിക്കുന്നത് മുരാരി ബാബുവാണ്. അപ്പോൾ അതിന്റെ തുടക്കക്കാരൻ എന്ന നിലയിൽ തന്നെ ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ തേടുക, അതിൽ നിന്ന് ഒരു കൃത്യത വരുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനിയും ചോദ്യം ചെയ്യലുണ്ടാവും, കസ്റ്റഡിയിലുണ്ടാവും, അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത കസ്റ്റഡിയിൽ പ്രതീക്ഷിക്കുന്നത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഉണ്ട്. അതോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ബൈജു ഉണ്ട്, രാധാകൃഷ്ണൻ ഉണ്ട്. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്ത് വിശദമായ നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നടപടികളാണ് ഇപ്പോൾ SIT എടുത്തിരിക്കുന്നത്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും സുപ്രധാനമായ നടപടി തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിറകെ ഇപ്പോൾ മുരാരി ബാബുവും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് പിറകെ കൂടുതൽ ആളുകളിലേക്ക് കൂടെ ഇനി അന്വേഷണ സംഘം എത്തുമോ എന്നുള്ള കാര്യം തന്നെയാണ് അറിയേണ്ടത്. സിജോ, ഇതിലേറ്റവും പ്രധാനമായിട്ട് നിലവിൽ ഇപ്പോൾ മുരാരി ബാബു ദേവസ്വം ബോർഡിന്റെ കൂടി ഭാഗമായി വരുന്ന ആളുകൂടെ തന്നെയാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇനി ചോദ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ അന്വേഷണ സംഘവും പ്രതീക്ഷിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ദേവസ്വം ബോർഡിലേക്ക് അടക്കം വെളിച്ചം വീശുന്ന തരത്തിലുള്ള തെളിവുകളാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭാഗമായുള്ള ആളെന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലും അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായ വിവരങ്ങൾ, കൂടുതൽ അറസ്റ്റുകളിലേക്ക്, നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കാണണം. തീർച്ചയായും അതിന്റെ ഒരു പടിപടിയായിട്ടുള്ള ഒരു പോക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ മുരാരി ബാബുവിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. തൊട്ടടുത്തത് മുരാരി ബാബുവിലേക്ക് എത്തുന്നു. ഇനിയുമുണ്ട് ഞാൻ പറഞ്ഞ ആദ്യ ഉദ്യോഗസ്ഥർ ജയശ്രീ ഉണ്ട്, അതോടൊപ്പം തന്നെ ബൈജു ഉണ്ട്, രാധാകൃഷ്ണൻ ഉണ്ട്. അങ്ങനെ 9 ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരുടെ അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കാരണം രണ്ടാമത്തെ കേസിൽ, ഈ കട്ടളപ്പാടി കൊണ്ടുപോയ കേസിലാണ്
ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതിയാർക്കപ്പെട്ടിരിക്കുന്നത്. എ പത്മകുമാർ അതിൽ ഒരു പ്രതിയാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയാണ്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം വൈകാതെ കടക്കും. അതിന് മുന്നോടിയായി തന്നെയായിരിക്കും ഓരോ ഉദ്യോഗസ്ഥരെയും മറ്റു ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുക. അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ മുൻ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് പോവുക. മുൻ ബോർഡ് അംഗങ്ങൾ മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് 2019 ആ ഒരു സംഭവത്തിൽ മാത്രം നിൽക്കരുത്, അതിനുശേഷം 2025 കൊണ്ടുപോയ കാര്യത്തിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ, അതിൽ കുറച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് രണ്ടാമതും സ്മാർട്ട് ക്രിയേഷൻസിൽ ഇത് കൊണ്ടുപോകരുത് എന്നുള്ള ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അത് സംബന്ധിച്ച് ഒരു കത്ത് നൽകുന്നത്. PS പ്രശാന്താണ് അതൊരു കത്ത് നൽകുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടുന്ന ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി മുൻ ദേവസ്വം ബോർഡ് മെമ്പേഴ്സും നിലവിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണ്. വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഇവരിലേക്കും അന്വേഷണം നീളും. ഓരോ ആളുകളെയും ഘട്ടം ഘട്ടമായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവരുടെ പങ്ക് കൃത്യമാകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് മുരാരി ബാബു ആവർത്തിച്ച് പറഞ്ഞത് അത് ചെമ്പാണ്, അതിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളൂ, അത് ചെമ്പാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത്. അത് സ്വർണ്ണമാണെങ്കിലല്ലേ, അതിൽ സ്വർണ്ണപ്പാളി ആണെങ്കിലല്ലേ സ്വർണ്ണപ്പാളി എന്ന് എഴുതാൻ പറ്റുള്ളൂ. അത് സ്വർണ്ണപ്പാളി, അത് സ്വർണ്ണം പൂശിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് ചെമ്പ് രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. മറിച്ച് ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നു, അട്ടിമറി നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭ്യമായ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്.